മുൻകൂട്ടി തീരുമാനിക്കാത്ത യാത്രയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരുങ്ങേണ്ടി വന്നു. മറ്റൊന്നുമല്ല, ഏട്ടൻ ടൗണിൽ പോകാൻ ഇറങ്ങുമ്പോഴാണ് ആശുവിൻ്റെ വാശി പിടുത്തവും. എനിക്ക് ടൗണിൽ പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ആശുവിൻ്റെ വാശി പിടുത്തം ഞാൻ അംഗീകരിച്ച് കൊടുത്തതും. ഞങ്ങളീ പോകുന്നത് മറ്റെങ്ങോട്ടുമല്ല, പുൽപ്പള്ളിയിലേക്കാണ്. നിങ്ങളീ കാണുന്നതും നടവേൽ പുൽപ്പള്ളി റോഡാണ്. എനിക്ക് ഈ വനപാതയിലൂടെ സഞ്ചരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ആനേനെ കണ്ടതും. ആനേനെ കണ്ടതോടെ മോന് ഭയങ്കര സന്തോഷമായി. പിന്നെ യാത്ര അങ്ങനെ തുടർന്നു. അങ്ങനെ ഞങ്ങൾ വേലിയമ്പം ഭൂതാനം വഴി പുൽപ്പള്ളി എത്തി. ഇതാണ് പുൽപ്പള്ളി ടൗൺ. പുൽപ്പള്ളി ബസ് സ്റ്റാൻഡും കടന്ന് സീതാദേവി അമ്മയുടെ പടിഞ്ഞാറേ നടയിലുള്ള റോഡും കടന്ന് ഞങ്ങൾ പോകുന്നത് പെട്രോൾ പമ്പിലേക്കാണ്. അങ്ങനെ എണ്ണയടിച്ച് ഞങ്ങൾ മോനൊരു വാച്ച് വാങ്ങാൻ വേണ്ടി ഇറങ്ങി. മറ്റെങ്ങോട്ടുമല്ല, ആമിയിലേക്കാണ് ഞങ്ങൾ വാച്ച് വാങ്ങാൻ പോയത്. അവന് ഞങ്ങൾ ചെറിയ വിലേൻ്റെ വാച്ച് മാത്രമേ വാങ്ങാറുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, എത്ര വാങ്ങിക്കൊടുത്താലും അവൻ വെക്കാറില്ല. വാച്ച് വാങ്ങി പോകുന്ന വഴിക്ക് എൻ്റെ ഫ്രണ്ടിനെയും കണ്ട് സംസാരിച്ചു. അത് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല. പിന്നെ മോനൊരു കോലുമിഠായി വേണമെന്ന് പറഞ്ഞ് കോലുമിഠായി വാങ്ങിക്കൊടുത്തു. അവന് ടൗണിലേക്ക് വന്ന് വേറെ ഒന്നും വേണ്ട, കോലുമിഠായി മാത്രം മതി. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി ഞങ്ങൾ വണ്ടി പോയിരുന്നു. അപ്പോഴേക്കും കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി ഏട്ടൻ പോയി. മോന് വെള്ളമൊക്കെ കൊടുത്ത് തിരിച്ചു വരുമ്പോഴത്തേനും അവൻ ഉറങ്ങിയിരുന്നു. വരുന്ന വഴിക്ക് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി. അപ്പോഴേക്കും അവിടെ നിറച്ച് അത്തിപ്പഴം കണ്ടു. പിന്നെ ഞങ്ങൾ എല്ലാ വർഷവും അത് പറിക്കാറുള്ളതാണ്. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോഴാണ് നിറച്ചും പഴുത്തിട്ടും കുറേ നിലത്ത് വീണും കിടക്കുന്നതാണ്. ഞങ്ങൾ കവറൊക്കെ എടുത്ത് പറിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ആശുക്കുട്ടൻ എഴുന്നേറ്റിരുന്നു. പിന്നെ അവനും പറിക്കണം എന്നുള്ള വാശിയായി. പിന്നെ അവനും കുറച്ച് പറിച്ച് ഞങ്ങൾ ഇറങ്ങുന്നതാണ് നിങ്ങളീ കാണുന്നത്. പുൽപ്പള്ളി പോയി വന്നപ്പോഴത്തേനും നല്ല രീതിയിൽ എനിക്ക് തണുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കോട്ടൊക്കെ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. കുക്ക് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, രസമാണ്. സാമ്പാറിന് രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ രസം ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കാറുണ്ട്. രസം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. 2 ദിവസമായിട്ട് ഗ്യാസ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് നിങ്ങളീ കാണുന്നത്. അതുകൊണ്ട് എല്ലാം അടുപ്പത്ത് തന്നെ ചെയ്യേണ്ടി വരും. ഞാൻ രസം ഉണ്ടാക്കുന്നത് എപ്പോഴും രസപ്പൊടി ഇല്ലാണ്ടാണ്. പിന്നെ എനിക്ക് രസം ഉണ്ടാക്കുമ്പോൾ മല്ലിച്ചപ്പ് എപ്പോഴും കൂടുതൽ വേണം. അങ്ങനെ ഞാൻ കുറച്ച് കൂടുതൽ മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടാണ് രസം ഉണ്ടാക്കുന്നത്. അങ്ങനെ രസമൊക്കെ ഉണ്ടാക്കി മാറ്റി വെച്ച് ഇന്നലെ കൊണ്ടുവന്ന മീനിൻ്റെ മുട്ടയുണ്ടായിരുന്നു. ഞാനത് ഫ്രൈ ചെയ്യാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചു. ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി. വൈകിട്ടായപ്പോഴേക്കും അത്തിപ്പഴം പൊഴിച്ചത് അമ്മയെന്ന് പറഞ്ഞിട്ട് അവൻ വന്നു. പിന്നെ ഞാൻ ഓരോ അത്തിപ്പഴം എടുത്ത് ഇതേപോലെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ എല്ലാം പൊളിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പൊളിച്ച് കൊടുക്കുമ്പോൾ അവൻ ഓരോന്നെടുത്ത് അതെടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. പൊളിച്ച് കൊടുത്തപ്പോൾ അവൻ എന്നിട്ട് വലിയ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. നല്ല ഔഷധ ഗുണമുള്ള ഫ്രൂട്ടാണ്, നീ കഴിക്കുന്നത് പറഞ്ഞിട്ട് അവൻ കഴിച്ചില്ല. അതിൻ്റെ ഉള്ളിലത്തെ തേന് മാത്രമായിരുന്നു അവൻ നക്കി കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവനെ കഴിപ്പിക്കാൻ വേണ്ടി ഞാനും കുറച്ചൊക്കെ കഴിക്കാനുള്ള കാണിച്ചു. എനിക്കും വലിയ ഇഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടാണിത്. എൻ്റെ ചേച്ചീൻ്റെ പിള്ളേരൊക്കെ ഒന്ന് ഫുഡൊക്കെ കഴിക്കാതിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറയുമായിരുന്നു എന്തെങ്കിലുമൊക്കെ നിർബന്ധിച്ച് കഴിപ്പിക്കണം എന്നൊക്കെ. പക്ഷെ ഒരു കുട്ടി ഉണ്ടായ സമയത്താണ് എനിക്ക് മനസ്സിലായത്, പിള്ളേർ നമ്മൾ പറയുന്ന പോലെ അല്ല, അവർ പറയുന്ന പോലെ നമ്മൾ കേൾക്കേണ്ടി വരുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടാറ്റാ.